ഛത്തീസ്ഗഡ് സുക്മ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടൽ സുരക്ഷാ സേന ഒരു മാവോയിസ്റ്റ് ഭീകരനെ വധിച്ചു. തലയ്ക്ക് 5 ലക്ഷം രൂപ വിലയിട്ടിരുന്ന കെർലാപാൽ ഏരിയ കമ്മിറ്റി അംഗമാണ് കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഛത്തീസ്ഗഡിലാണ് സുക്മ മേഖലയിൽ സുരക്ഷാ സേന ഒരു മാവോയിസ്റ്റ് ഭീകരനെ വധിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, സുക്മ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരനെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് തലയ്ക്ക് 5 ലക്ഷം രൂപ വിലയിട്ടിരുന്ന കെർലാപാർ ഏരിയ കമ്മിറ്റി അംഗം, മാവോയിസ്റ്റ് കെർലാപാർ ഏരിയ കമ്മിറ്റി അംഗമാണ് സുക്മ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൂടാതെ വൻ ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കളും തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളും പണവും ഈ മാവോയിസ്റ്റ് ഭീകരനിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. മേഖലയിൽ കൂടുതൽ ഭീകരരുണ്ടോ എന്ന പരിശോധന നടത്തുകയാണ്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് പരിശോധന തുടരുകയാണെന്നും വൻ ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ് ബസ്തർ IG പി സുന്ദർരാജ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഏറ്റുമുട്ടലിനിടെ മാവോയിസ്റ്റ് ഭീകരർ സ്ഥാപിച്ച IED പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ സ്ഫോടനത്തിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. വിനോദ്, ഛത്തീസ്ഗഡ് സുക്മ മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് ഭീകരനെ വധിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.